കോഴി വളർത്തുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കോഴിക്കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ 10 വെച്ച് 10 വിരിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ഈ 10 അഡൾട്ടായി കിട്ടുമോ എന്നുള്ള കാര്യം ചെറിയ സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയൊരു കോഴിക്കുഞ്ഞിനെ വളർത്തി ഒരു 6 മാസമെങ്കിലും ആവണം നല്ലൊരു അഡൾട്ട് കോഴിയാവണമെങ്കിൽ. അതിന് നല്ല പാടുണ്ട്. നല്ലോണം നോക്കിയാൽ തന്നെ ഇവർ വലുതായി എടുക്കുള്ളൂ. പിന്നെ അസുഖങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും കോഴിക്കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ചെറുതായിട്ട് തോന്നിയാൽ തന്നെ നമ്മളത് വേഗം തന്നെ ട്രീറ്റ് ചെയ്യണം, മാറ്റിയിടൊക്കെ വേണം. നല്ല ശ്രദ്ധിച്ചാലേ ഉള്ളൂ നമുക്ക് കോഴിക്കുട്ടികളെ വലിയ കോഴിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനെങ്ങനെ എൻ്റെ ഡേ ഓൾഡ് മക്കളെ നോക്കണമെന്നുള്ള പറയണത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേ ഓൾഡ് പരിചരണത്തിൻ്റെ വീഡിയോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അപ്പം തന്നെ ഞാൻ സ്റ്റാർട്ടർ കൊടുക്കണില്ല. വിരിഞ്ഞ് 24 മണിക്കൂറിൻ്റെ ശേഷമാണ് സ്റ്റാർട്ടറും വെള്ളവും വെച്ച് കൊടുക്കുന്നത്. ആ വെച്ച് കൊടുക്കുന്ന വെള്ളം മഞ്ഞൾ വെള്ളം കേട്ടോ വെച്ച് കൊടുക്കൽ. ആദ്യത്തെ ഒരു 3 ദിവസം മഞ്ഞൾ വെള്ളം വെച്ച് കൊടുക്കും. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് വെച്ച മഞ്ഞൾ വെള്ളം നാളെ മാറ്റും. എല്ലാ ദിവസവും വെള്ളം മാറ്റുന്നുണ്ട് കേട്ടോ. തീറ്റയും അതേപോലെ തന്നെ പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, സ്റ്റാർട്ടർ തന്നെ കൊടുത്താൽ മതി. പിന്നെ കൂടിൻ്റെ വൃത്തിയാണ്. ദിവസവും കൂട് നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കണം. കാഷ്ടത്തിൽ നിന്നാൽ അവർക്ക് വേഗം അസുഖം വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നെറ്റ് കൂടാണ്ട് വലിയ പണിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പേപ്പർ ഇട്ടത് ഇവർ ലേശം ഒരു ചെറിയ കുട്ടികളാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ പേപ്പർ മാറ്റും. ദിവസം പേപ്പർ മാറ്റലും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായം മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ കൂട് മരക്കൂടാട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പത്ത് ഞാനിപ്പോൾ രാത്രിയാൽ ഇത് ഫുള്ള് കൂടെ ഒരു സാരിയായിട്ട് മറക്കും കേട്ടോ, അവർക്ക് തണുപ്പ് അടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൂട് വളരെയധികം വൃത്തിയുള്ളതായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. പിന്നെ ഇവർ വിരിഞ്ഞ ഉടനെ തീറ്റ കൊടുക്കാതെ വെക്കുക. പിന്നെ തീറ്റ കൊടുക്കുന്നതിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ തീറ്റ കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിലെ തീറ്റ തീർന്നതിൻ്റെ ശേഷം മാത്രം കൊടുത്താൽ മതി. ചിലവർ രാവിലെ തന്നെ ഒന്നായിട്ട് കൊണ്ടിട്ട് കൊടുക്കും. ഞാനും ആദ്യം അങ്ങനെ തന്നെ പിന്നെ എനിക്ക് മനസ്സിലായി തീറ്റ കുറച്ച് കൊടുക്കണ ബാച്ചിനാണ് കൂടുതൽ ആരോഗ്യമായിട്ട് വരുന്നത്. ഈ വെച്ചിട്ട് ഓരോ പട്ടിണി ഇടല്ല, അവർക്ക് ആവശ്യമുള്ള തീറ്റ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കുക. അപ്പോൾ ഈ ആദ്യത്തെ 3 ദിവസം മഞ്ഞൾ വെള്ളം കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ പനിക്കൂർക്കൻ്റെയും തുളസീൻ്റെയും ഇല കുത്തിപ്പിഴിഞ്ഞ് നല്ല കട്ടിയിൽ നീരെടുത്തിട്ട് ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുക്കും. 2 ദിവസം ഞാൻ എന്തായാലും കൊടുക്കലുണ്ട്. എല്ലാ ബാച്ചിനും ഞാനത് കൊടുക്കലുണ്ട്. പിന്നെ തള്ളക്കോഴി ഉള്ള മക്കളെയും തള്ളക്കോഴി ഇല്ലാത്ത മക്കളെയും ഡേ ഓൾഡൊക്കെ നമ്മൾ വലുതാക്കിയാണ്. ഇതൊക്കെ തള്ളക്കോഴി ഒന്നും ഇല്ലേനി, നമ്മൾ വിരിഞ്ഞ അന്ന് അതവനാട് ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന മക്കളാണ്. ഇവരൊക്കെ നമ്മൾ വലുതാക്കി ഇത്രയും ആക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 50 ദിവസമായ മക്കളാണ്. ഇവരിന്ന് 10 സെയിലായിട്ടോ, ബാക്കി ഇനി കൊടുക്കണില്ല, ഇവിടെ നിർത്താനുള്ളവരാണ്. അപ്പോൾ ഇവർക്കൊക്കെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നോക്കി പോന്നിട്ടുള്ളത്. സ്റ്റാർട്ടറും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എല്ലാ വാക്സിനും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിരിഞ്ഞ മക്കൾക്ക് 5 ദിവസം കഴിഞ്ഞാൽ നമുക്കവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് ഗ്രോവിപ്ലക്സ് കലക്കി കൊടുക്കാം കേട്ടോ. അത് നല്ലതാണ്, ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ ഈ ചിലപ്പോൾ പനിക്കൂർക്കൊന്നും കിട്ടാത്തൊരു സമയം വരുമല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാർട്ടറിൻ്റെ പാത്രം രാത്രി കൂട്ടിൽ ഒരു കാരണവശാലും വെക്കരുത്. പിന്നെ വെള്ളപ്പാത്രം വെക്കാഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് ഒരു തട്ടി മറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കൂടിൻ്റെ വൃത്തിയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഈ ഒരു പ്രായമായാലും കൂടി ഞാൻ ഇവരെ പുറത്ത് വിടലില്ല. എന്താണെന്ന് വെച്ചാൽ പെരുന്തൊക്കെ കൊണ്ടുപോകുന്നുള്ള ഒരു പേടിയോണ്ട് കേട്ടോ. വൈകുന്നേരം പുറത്ത് വിടും നെറ്റ് കൂട്ടിലേക്ക്, പക്ഷേ ഫ്രീ ആയിട്ട് അങ്ങനെ വിടൂല കേട്ടോ. ഫ്രീ ആയിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ തുറന്ന് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മാസം 3.5 മാസം ആവണം. ഒരു അത്യാവശ്യം വലുപ്പമായതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് തുറന്ന് വിടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ചെറിയ കോഴിക്കുട്ടികളാകുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പോയി നോക്കണം. എല്ലാ ദിവസവും നമ്മൾ നോക്കണം. എന്താ വെച്ചാൽ എല്ലാ കോഴിക്കുട്ടികളെയും നമ്മൾ നോക്കണം. പെട്ടെന്ന് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഏതിനോ ഒന്നിന് വയ്യായുണ്ടോ നമുക്ക് അറിയില്ല. അങ്ങനെ ചിറക് തൂക്കിക്കണതോ ക്ഷീണം കാണണമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിടാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടില്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിലേക്കെങ്കിലും ക്വാറൻറ്റൈൻ ചെയ്ത് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് തക്കതായ മരുന്ന് കൊടുക്കണം. നല്ലോണം മാറിയതിൻ്റെ ശേഷം മാത്രം ബാക്കിയുള്ളവരെ കൂട്ടത്തിലേക്ക് ഇടാൻ പറ്റുള്ളൂ. കോഴിക്കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഒന്നിന് അസുഖം വന്നാൽ പിന്നെ എല്ലാത്തിനും വരും. അതുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മാറ്റിയിടാം. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് തള്ളക്കോയും മക്കളും ഉള്ള ഡേ ഓൾഡിനെ നോക്കണേക്കാട്ടിലും എളുപ്പമുള്ളത് തള്ളക്കോയി ഇല്ലാത്ത കുട്ടികളെ ബൾബിട്ട് ഡേ ഓൾഡ് വളർത്തി വലുതാക്കുകയാണ്. എനിക്കിപ്പോൾ അതാണ് തോനെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ആ ഗ്രാമശ്രീ കുട്ടികളെ കൊണ്ടുവന്നത് അങ്ങനെ ഫുള്ള് വലുതായി കിട്ടിയത്. ഞാൻ ചെറുത് അന്ന് വിരിഞ്ഞന്ന് ഉള്ള മക്കളെയാണ് ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. തള്ളക്കോഴി കൂടുള്ളത് നല്ല തന്നെയാണ്. കോഴിക്കുട്ടികൾക്ക് എപ്പോഴും തള്ളക്കോഴിൻ്റെ ചൂട് കിട്ടുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ് ഒക്കെയാണ്. പക്ഷേ തള്ളക്കോഴി ഉണ്ടാകുമ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ തള്ളക്കോഴി കാഷ്ടിച്ച് കൂട് വൃത്തിയാക്കൽ കുറച്ച് പണിയാവും. പിന്നെ തള്ളക്കോഴിക്കും കൂടുതലുള്ള തീറ്റ വേണ്ടി വരും. പിന്നെ ഏകദേശം ഒരു തള്ളക്കോഴിക്ക് ഏറിപ്പോയി 12 മക്കൾ വരെയൊക്കെ നോക്കാൻ പറ്റുള്ളൂ. മറ്റേ ബൾബ് ഇടാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നോക്കാം. ഏകദേശം ഒരു 10-25ഓളം മക്കളെ ഒരുമിച്ച് വലുതാക്കി എടുക്കാൻ പറ്റും ബൾബിൻ്റെ ചോടയാകുമ്പോൾ. പിന്നെ നമ്മൾ ചിപ്പിളിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ക്ലീനിങ്ങും വലിയ പ്രശ്നമായിട്ട് വരില്ല. അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പോൾ ഡേയോൾഡ് മക്കളെ ഒരാഴ്ച വരെയുള്ള പരിചരണം കേട്ടോ ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ വാക്സിൻ എന്ന് പറഞ്ഞാൽ 7ാമത്തെ ദിവസം കൊടുക്കണ ലെസോട്ട വാക്സിനാണ്. നാടൻ കുട്ടികൾക്ക് വാക്സിൻ വേണോ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വാക്സിൻ കൊടുത്താൽ എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2ൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്.